ഇടുക്കി തൊടുപുഴയിൽ മകൻ അമ്മയെ തലക്കടിച്ചു കൊന്നു. മയിലാടുംപാറ വളപ്പിൽ റേച്ചൽ ജോസഫാണ് കൊല്ലപ്പെട്ടത്. മകൻ ലിജോയെ പോലീസ് പിടികൂടി. ഇയാൾ ലഹരിക്കടിമയെന്ന് പോലീസ് പറയുന്നു. രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ. രാഹുൽ, അങ്ങനെ പ്രതിയെ പിടികൂടി, മകനാണ് പ്രതി. ലഹരിയെ തുടർന്നുള്ള തർക്കത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഇടുക്കിയിൽ നടക്കുന്ന മൂന്നാമത്തെ കൊലപാതകമാണ് ഇന്ന് തൊടുപുഴയിൽ നടന്നത്. കഴിഞ്ഞ ദിവസം എഴുകുംവയലിൽ അച്ഛനെയും അമ്മയും സ്വന്തം മകൻ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന്റെ നടുക്കം ജില്ലയിൽ മാറി വരുന്നതിനിടെയാണ് മറ്റൊരു കൊലപാതകം തൊടുപുഴയിൽ നടക്കുന്നത്. ഇവിടെ മകൻ അമ്മയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. തൊടുപുഴ ഇടവെട്ടിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. 63 വയസ്സുള്ള റേച്ചൽ ജോസഫാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ മകനായിട്ടുള്ള ലിജോവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റേച്ചൽ കഴിഞ്ഞ കുറെ കാലമായി എറണാകുളത്ത് ഹോം നേഴ്സായി ജോലി ചെയ്ത് വരികയായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വീട്ടിലെത്തുന്നത്. ഈ മകൻ ലഹരിക്ക് അടിമയാണ്. അതുകൂടാതെ ഈ റേച്ചലുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനിടയിലുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പറയുന്നത്. പട്ടിക കഷ്ണം എടുത്തുകൊണ്ട് റേച്ചലിന്റെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വീടിനകത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്നത്. ഈ ശബ്ദം കേട്ടുകൊണ്ട് ആളുകൾ എത്തിയപ്പോഴേക്കും ഈ പ്രതി ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് തൊടുപുഴ ടൗണിൽ നിന്നാണ് ഈ ലിജോയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. റേച്ചൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. കാരണം ആളുകൾ എത്തുമ്പോഴേക്കും ചോര വാർന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കാൻ പോകുന്നത്. അതിനുശേഷം മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യും. പ്രതിയെ നാളെ രാവിലെയാണ് വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ പോവുക. എങ്കിൽ മാത്രമാണ് എന്താണ് കൊലപാതക കാരണം എന്നതിൽ ഒരു വ്യക്തത വരികയുള്ളൂ. പോലീസ് പ്രാഥമികമായി പറയുന്നതനുസരിച്ച് ഈ ലഹരിയെ തുടർന്നുള്ള കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഈ സംഭവത്തിന്റെ വ്യക്തത പുറത്തു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ലഹരിയെ തുടർന്നുണ്ടാകുന്ന മൂന്നാമത്തെ കൊലപാതകമാണ്. അതിൽ മാതാപിതാക്കൾക്കാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 സംഭവങ്ങളിലും ജീവൻ നഷ്ടപ്പെട്ടത് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം.